നമ്മളിന്നൊരു യാത്ര പോകാൻ കേട്ടോ. പോകുന്നത് പോണ്ടിച്ചേരിയിലേക്കാണ് കേട്ടോ. പോണ്ടിച്ചേരി നമുക്ക് അധികം ദൂരെയല്ല കേട്ടോ. ഒരു 1.5 മണിക്കൂറിലൊക്കെ നമുക്ക് ട്രാവൽ ചെയ്ത് എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നിയർ ബൈ ടൗൺ ആണ് കേട്ടോ പോണ്ടിച്ചേരി എന്ന് പറയുന്നത്. നമ്മൾ ഇടയ്ക്കൊക്കെ പോകുന്ന ഒരു സ്ഥലമാണ്. ഇന്ന് പക്ഷേ കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ ഇതുവരെ പോവാത്ത 1-2 സ്പോട്ടിലാണ് കേട്ടോ നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുറേ സ്ഥലങ്ങളൊന്നും കവർ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ്. നമ്മൾ എല്ലാ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോവാത്ത 1-2 സ്ഥലങ്ങളിൽ പോയിട്ട് വളരെ സമാധാനപരമായിട്ട് പോയിട്ട് വരിക എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോണ്ടിച്ചേരി ഒക്കെ എത്താറാകുമ്പോൾ റോഡിന്റെ 2 സൈഡിലും നമുക്ക് ഇതുപോലത്തുള്ള ചൗക്ക് മരങ്ങൾ കാണാൻ പറ്റും കേട്ടോ. ഇത് നമ്മൾ പേപ്പറൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മരമാണ്. ഇതിവിടെ ഒരു കൃഷി പോലെ ചെയ്യുന്നതാണ് കേട്ടോ ഇവര്. എന്നാൽ പിന്നെ ആ ഒരു തോട്ടത്തിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തോട്ടത്തിലൊക്കെ ഇറങ്ങി അതിൽ കൂടെയൊക്കെ കുറച്ച് നേരമൊക്കെ നടന്നു. ഭയങ്കര രസമുള്ള കാറ്റാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ. പുറത്ത് ഇത്രയും ചൂടാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഒരു കാറ്റും ഒരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും പോണ്ടിച്ചേരിയിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ആരോവില്ലയുടെ അടുത്തുള്ള സൗണ്ട് ഗാർഡനിലേക്കാണ് കേട്ടോ. ആരോവില്ലേ പോകാമെന്നായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷേ നമ്മൾ വിചാരിച്ചു ആരോവില്ല നമ്മൾ ഇതിന് മുന്നേ പോയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് സൗണ്ട് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ നിറയെ റീൽസ് കണ്ടായിരുന്നേ. അപ്പോൾ എന്നാൽ അതിലൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സൗണ്ട് ഗാർഡനിലേക്ക് എത്താനുള്ള വഴി കുറച്ച് പാടാണ് കേട്ടോ. മാപ്പൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ പോലും നമുക്ക് ഇടയ്ക്കൊക്കെ വഴി തെറ്റിയായിരുന്നു. എന്നാൽ അവസാനം നമ്മൾ എത്തി. നമ്മൾ ചെന്നിറങ്ങുമ്പോൾ തന്നെ വളരെ രസമുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. ഭയങ്കര പച്ചപ്പും മണ്ണും ഒക്കെയുള്ള ഭയങ്കര രസമുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. ഇവിടെ എൻട്രി ഫീ എന്ന് പറയുന്നത് 150 രൂപയാണ് കേട്ടോ പെർ ഹെഡ് വരുന്നത്. അങ്ങനെ എൻട്രി ഫീസ് കൊടുത്തു കഴിയുമ്പോൾ അവർ ഇതുപോലുള്ള ബാഡ്ജ് തരും കേട്ടോ. ഇതിട്ടിട്ട് വേണം ഇതിൻ്റെ ഉള്ളിൽ പോകാനായിട്ട്. ഇതിന് പുറത്തും ഇതുപോലെ സൗണ്ട് വരുന്ന സാധനങ്ങളുണ്ട് കേട്ടോ. സൗണ്ട് ഗാർഡന്റെ ഉള്ളിൽ കയറുന്നതിന് ടൈമിംഗ് ഉണ്ട് കേട്ടോ. അവർ ബാച്ചായിട്ട് അവരാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ഓരോ 45 മിനിറ്റ്സിലാണ് ഓരോ ബാച്ചുകൾ കയറുന്നത്. അപ്പോൾ അവർ നമ്മളെ ഗൈഡ് ചെയ്യും. ഒരു 50 മിനിറ്റ്സ് അവർ ഗൈഡ് ചെയ്ത് ഇതെങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, ഇതിൻ്റെ സൗണ്ട് എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. അതിനുശേഷം ഒരു 30 മിനിറ്റ്സ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈമാണ് കേട്ടോ. ഇവരിങ്ങനെ ആളുകളെ ചുറ്റും കൂട്ടി നിർത്തിയിട്ട് നമുക്ക് പറഞ്ഞു തരും കേട്ടോ. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിന് ഒച്ച വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ പറഞ്ഞു തരും. ഒരു 15 മിനിറ്റ് അതിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോകാം, വീഡിയോസ് എടുക്കാം, അതൊക്കെ ചെയ്യാം കേട്ടോ. ഞങ്ങൾ പിന്നെ ചെറിയ മോളെയും കൊണ്ട് പോയ കാരണം അവർ പറയുന്നത് കേൾക്കാൻ അവിടെ നിൽക്കാനോ നമ്മൾ സമ്മതിക്കണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളല്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ നടന്നു കേട്ടോ. പിന്നെ ഈ കറങ്ങുന്ന സാധനത്തിലേക്ക് കുറച്ച് നേരം നോക്കിയാൽ തല ഇറങ്ങും കേട്ടോ. പ്രത്യേകിച്ച് 30+ ആളുകളാണെങ്കിൽ അധികം നേരം ഇതിൽ നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. മുള കൊണ്ടുള്ള സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ ചെറിയൊരു ഒച്ചയൊക്കെ വരും. നമുക്ക് നല്ല രസമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാം കേട്ടോ. തലയും നെറ്റൊക്കെ ഇതിൽ മുട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിൽ കൂടെ സൂക്ഷിച്ച് വേണം നടക്കാനായിട്ട്. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ചരലെടുത്തിട്ട് ഈ ഒരു ഹോളി കൂടെ ഇട്ട് കഴിയുമ്പോൾ ഇതിന് നല്ലൊരു സൗണ്ട് വരും കേട്ടോ. സാധനം ഇത് മറ്റേ ബാഹുബലിയുടെ സാധനം അല്ലേ. ഇതിലിങ്ങനെ അടിച്ചു കഴിയുമ്പോൾ നല്ലൊരു ഒച്ച വരും കേട്ടോ ഇതിൽ. അങ്ങനെ സൗണ്ടുകൾ വരുന്ന പല സംഭവങ്ങളാണ് ഇവിടെ മൊത്തത്തിലുള്ളത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ കുറച്ച് പെർഫോമൻസുകളാണ് കേട്ടോ. ഇതിൽ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിന് നല്ലൊരു മ്യൂസിക്കാണ് കേട്ടോ പുറത്തേക്ക് വരുന്നത്. അപ്പോഴത്തേക്ക് എൻ്റെ ആളെ ഇടയിൽ കയറി കേട്ടോ. അല്ലെങ്കിലും അതെ നമ്മളൊന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴേക്കും അപ്പോഴത്തേക്ക് ഇതുപോലുള്ള കുറിപ്പുകൾ അതിൻ്റെ ഇടയിൽ കയറി കേട്ടോ. എന്തൊരു കഷ്ടം. ഈ ഒരു സംഭവം കേട്ടോ ഇത് അടിപൊളിയാണ് കേട്ടോ. ഇതിൽ നമ്മളിത് ഇതുപോലെ കൊട്ടി കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഓം എന്ന് പറയുന്ന ഒരു സൗണ്ടാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ സൗണ്ട് കറക്റ്റായിട്ട് എൻ്റെ ഫോണിൽ കിട്ടിയില്ല. പക്ഷേ ഇതിൽ നിന്ന് വരുന്ന ആ ഒരു ഓം എന്ന് പറയുന്ന സൗണ്ടും അതിൻ്റെ ഫീലും ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അത് ഈ ഒരു സംഭവം അടിപൊളിയാണ് കേട്ടോ. അതായത് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിൽ നിന്ന് നമുക്ക് കടലിൻ്റെ തിരമാലയുടെ ഒച്ചയാണ് കേട്ടോ കേൾക്കുന്നത്. അതും നല്ലൊരു അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോയത് ബാർബിക്യൂ നേഷനിലേക്കാണ് കേട്ടോ. കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു ബാർബിക്യൂ നേഷനിൽ പോകണം, കഴിക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ രാവിലെ നമ്മൾ അധികം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തതുകൊണ്ടും നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ടും എന്നാൽ പിന്നെ ഇന്ന് തന്നെ ബാർബിക്യൂ നേഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ പ്രീ ബുക്ക് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ പോകാനായിട്ട്. പ്രീ ബുക്ക് ചെയ്ത് നമ്മൾ ടേബിൾ ബുക്ക് ചെയ്യണം. അവിടെ സമയമൊക്കെ പറയും. ആ സമയത്തിനനുസരിച്ചാണ് നമ്മൾ ചെല്ലുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഇതുപോലെ ഒരു ചേട്ടൻ നിന്ന് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചെല്ലുന്ന സമയം എന്ന് പറയുന്നത് ഒരു 3 മണിയൊക്കെ ആയിട്ടോ. ആ സമയത്തും ഇവിടെ ഇത്രയും തിരക്കാണ് കേട്ടോ. നമ്മളിത് ടേബിളുമ്പോൾ വന്നിരുന്നു. ഇരുന്നപ്പോൾ തന്നെ എൻ്റെ മോൾ അവർക്ക് ഇഷ്ടമുള്ള സാധനം എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് നക്കിയൊക്കെയാണോ തിന്നുന്നത്. ഇതാണ് കേട്ടോ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. ഇത് ബാർബിക്യൂടെ ഹോട്ടായിട്ടുള്ള ചാർക്കോൾ ബോക്സ് ആണ് കേട്ടോ. ഇനി ഇതിലേക്കാണ് കേട്ടോ ഇവർ വെജിറ്റബിൾസിൻ്റെയും അതുപോലെ തന്നെ ഫിഷും ചിക്കനും ഒക്കെ ഗ്രില്ല് ചെയ്തിട്ട് ഹാഫ് ഗ്രില്ല് ചെയ്ത് ഇതിൽ കൊണ്ടുവന്ന് വെക്കും കേട്ടോ. അപ്പോൾ നമുക്കിതിലിട്ട് ഇങ്ങനെ കറക്കി ചൂടാക്കി നമുക്കിത് കഴിക്കാം കേട്ടോ. ഇതല്ലാതെ ഇവർ പ്ലേറ്റിൽ വിളമ്പുന്നത് മട്ടൻ സീ കബാബ്, അതുപോലെ തന്തൂരി ചിക്കൻ, പിന്നെ ഹണി ചില്ലി വിങ്സ്, പിന്നെ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ, ഇതൊക്കെ ഇവർ പ്ലേറ്റിൽ വിളമ്പി പോകുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഭയങ്കര അടിപൊളി ടേസ്റ്റുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഇവർ ഗ്രിൽ ഐറ്റംസ് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ആദ്യം വെജ് ഐറ്റംസ് ആണ് വന്നത്. അതിൽ പൈനാപ്പിൾ, പനീർ, ബ്രോക്കോളി, മഷ്റൂം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു. അതിനോടൊന്നും നമുക്ക് വലിയ താല്പര്യമില്ലാത്ത കാരണം അതൊക്കെ ഒന്ന് സൈഡാക്കി വെച്ചിട്ട് നോൺ വെജ് ഐറ്റംസ് കൊണ്ടുവന്നു കേട്ടോ. നോൺ വെജ് ഐറ്റംസിൽ വരുന്നത് ചിക്കനും പ്രോൺസും ഫിഷും ആണ് കേട്ടോ. നമുക്ക് അൺലിമിറ്റഡ് ആണ് കേട്ടോ. എത്ര വേണമെങ്കിലും നമുക്ക് ചോദിക്കാം, എത്ര വേണമെങ്കിലും അവർ കൊണ്ടുതരും. അങ്ങനെ ആ ഒരു യുദ്ധത്തിന് ശേഷം നമ്മൾ മെയിൻ കോഴ്സിലേക്ക് പോയിട്ടോ. മെയിൻ കോഴ്സായിട്ട് ബിരിയാണീസ്, വെജ് നോൺ വെജ് ബിരിയാണീസ്, അതുപോലെ ചോറ്, റൊട്ടീസ്, അതിൻ്റെ കറികൾ ഇതെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷേ ഇതൊന്നും അധികം കഴിക്കാനുള്ള വയറ് നമുക്ക് ഉണ്ടായിരുന്നില്ല. മെയിൻ കോഴ്സിൽ ഞാൻ എടുത്തത് കുറച്ച് ചോറും കുറച്ച് ബിരിയാണിയും കുറച്ച് നൂഡിൽസും ആണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു കേർഡ് റൈസും കൂടി കഴിച്ചു കേട്ടോ. അത് ഭയങ്കര അടിപൊളി ടേസ്റ്റുള്ള സാധനമായിരുന്നു കേട്ടോ. ഇനി ഈ ഒരു യുദ്ധത്തിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ. അതായത് സ്വീറ്റ്സ്, ഐസ്ക്രീംസ്, ഫ്രൂട്ട്സ് അങ്ങനത്തെ പരിപാടികളാണ് കേട്ടോ. ഇനി ഇവിടെ ഐസ്ക്രീമായിട്ട് സ്ട്രോബെറി ഐസ്ക്രീം ആണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു. പിന്നെ എന്തോ ഒരു ദാൽ വെച്ചിട്ടുള്ള എന്തോ ഒരു സ്വീറ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരു കുൽഫി കൗണ്ടർ ഉണ്ട് കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവരത് നമുക്ക് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെ തരും കേട്ടോ.
പിന്നെ ഒരു ചാട്ട് കൗണ്ടർ ഉണ്ട് കേട്ടോ. അവിടെ ഈ പാനിപ്പൂരി, മസാലപ്പൂരി അങ്ങനത്തെ ചാട്ട് ഐറ്റംസ് അവിടെയും അവൈലബിൾ ആണ് കേട്ടോ. ഈ പൈസയ്ക്ക് ഇത് വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇടയ്ക്കൊക്കെ നമുക്കിങ്ങനെ പോയിട്ട് ഒരു എൻജോയ് ചെയ്ത് അൺലിമിറ്റഡ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിരിക്കുക എന്ന് പറയുന്നത് ഒരു രസമാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിലേക്കാണ് കേട്ടോ പോയത്. ഈ പ്രാവശ്യം പോയത് പോണ്ടി മറീന ബീച്ചിലേക്കാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് കാർ സൈഡിൽ ഒതുക്കിയിട്ടിട്ട് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് വെയിലൊക്കെ ഒന്ന് ആറിയിട്ടാണ് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ബീച്ചിൽ കുറച്ച് നേരമൊക്കെ ഇരുന്നു, മോൾ അവിടെ കുറച്ച് നേരമൊക്കെ കളിച്ചു. ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു അഡ്വഞ്ചർ പാർക്ക് ഉണ്ട് കേട്ടോ. ഈ ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റേ ജയിൻറ്റ് വീലും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പാർക്കുണ്ട്. ഒരു 5 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് പറ്റുന്ന ടൈപ്പ് പാർക്കാണ് കേട്ടോ. നമ്മുടെ മോൾക്ക് 5 വയസ്സാവാത്തതുകൊണ്ട് നമ്മൾ ആ സ്ഥലമേ അവളെ കാണിച്ചില്ല, നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പോണ്ടിച്ചേരി യാത്ര. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം കേട്ടോ.